ഈ രാജ്യത്ത് അധികാരം മുഴുവൻ സ്ത്രീകളുടെ കൈകളിലാണ്. പുരുഷന്മാരാകട്ടെ കുട്ടികളെ നോക്കുന്നതിലും പാചകം ചെയ്യുന്നതിലും വീട്ടുജോലികളിലുമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. പുരുഷന്മാർ എപ്പോഴും ശരീരം പൂർണ്ണമായും മറച്ചിരിക്കണം. അല്പം ചർമ്മം പ്രദർശിപ്പിക്കുന്നത് പോലും അശ്ലീലമായിട്ടാണ് ഇവിടെ കണക്കാക്കുന്നത്. അവിവാഹിതരായ പുരുഷന്മാർ തങ്ങളെ ഏതെങ്കിലും പൈസക്കാരായ സ്ത്രീകൾ തിരഞ്ഞെടുക്കുമെന്ന വലിയ സ്വപ്നമായിട്ടാണ് പലരും കാണുന്നത്. ആ നാട്ടിലെ ഏറ്റവും സുന്ദരനായ ബാച്ചിലറാണ് ജാക്ക്. അവൻ രാജ്ഞിയെ വിവാഹം കഴിച്ച് കൊട്ടാരത്തിലെത്തുക എന്നതായിരുന്നു അവന്റെ ലക്ഷ്യം. പ്രായമായ രാജ്ഞി തന്റെ മകൾക്കായി ഒരു ഭർത്താവിനെ തിരഞ്ഞെടുക്കുമെന്ന് പ്രഖ്യാപിച്ചതോടെ രാജ്യത്തെ പുരുഷന്മാർ ആവേശത്തിലായി. എന്നാൽ ഇതിൽ പങ്കെടുക്കാനുള്ള ടിക്കറ്റിന് ജാക്കിന് താങ്ങാനാകാത്ത വലിയൊരു തുകയായിരുന്നു വില. തന്റെ പിതാവ് തനിക്ക് നൽകിയ സ്വത്ത് കൈക്കലാക്കിയ അമ്മാവനോട് ജാക്ക് ചോദിച്ചെങ്കിലും അദ്ദേഹം അത് നിഷേധിച്ചു. തന്റെ ലക്ഷ്യത്തിനായി എന്തിനും മടിക്കാത്ത ജാക്ക് ഉടൻ തന്നെ അമ്മാവനെ വനിതാ ഉദ്യോഗസ്ഥർക്ക് ഒറ്റിക്കൊടുത്തു. തുടർന്ന് നടന്ന പരിശോധനയിൽ പണം മാത്രമല്ല അവർ കണ്ടെത്തിയത്. സ്ത്രീ ഭരണത്തിനെതിരെയുള്ള വിപ്ലവ കവിതകളുടെ വലിയൊരു ശേഖരം തന്നെ അവിടെ ഉണ്ടായിരുന്നു. അമ്മാവൻ ഒരു രഹസ്യ വിപ്ലവകാരിയാണെന്ന് അതോടെ തെളിഞ്ഞു. സ്ത്രീകളുടെ ഭരണത്തെ സംരക്ഷിക്കാൻ സ്വന്തം രക്തത്തെപ്പോലും ഒറ്റിക്കൊടുത്ത ജാക്കിന്റെ ദേശസ്നേഹത്തെ അഭിനന്ദിച്ചുകൊണ്ട് കൊട്ടാരത്തിലെ തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാനുള്ള ടിക്കറ്റ് കമാൻഡിംഗ് ഓഫീസർ അവന് സമ്മാനമായി നൽകി. കൊട്ടാരത്തിലേക്കുള്ള വഴി അവൻ ഒടുവിൽ തുറന്നു. സബ്സ്ക്രൈബ് ചെയ്താൽ നാളെ കാണാം.